കൂത്തുപറമ്പ് വേങ്ങാട് സീഡ് ഫാം വയലുംകര പ്രദേശത്തെ 200ഓളം കുടുംബങ്ങളുടെ യാത്രാദുരിതത്തിന് ഇനിയും പരിഹാരമായില്ല. മഴ കനത്തതോടെ പ്രദേശത്തെ ബന്ധിപ്പിക്കുന്ന നടപ്പാതയും വെള്ളത്തിലായി. നടപ്പാത റോഡാക്കി മാറ്റി പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇവിടെ വെള്ളം കയറിയാൽ പിന്നെ പോവില്ല. ഇവിടെ തന്നെയാണ് പഠിക്കാൻ പോകുന്ന കുട്ടികൾക്കാണ് ഏറ്റവും ദ്രോഹമായിട്ട് മാറുന്നത്. ഈ ഒരു 100 മീറ്റർ വ്യത്യാസത്തിൽ ഉള്ള ഒരു അളവിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ഒരു യാത്രാ സൗകര്യത്തിന് വേണ്ടി ആവശ്യപ്പെടുന്നത്. നിർത്താതെയുള്ള മഴ കൂടിയായപ്പോൾ പ്രദേശത്തെ ബന്ധിപ്പിക്കുന്ന നടപ്പാതയും വെള്ളത്തിലായിരിക്കുന്നു. ജില്ലാ പഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്റ്റേറ്റ് സീഡ് ഫാമിന്റെ ഉടമസ്ഥതയിലുള്ള വയലിനു കുറുകെ 15 വർഷം മുമ്പ് നിർമ്മിച്ചതാണ് ഈ നടപ്പാത. വാഹനങ്ങൾക്ക് കടന്നുപോകാൻ റോഡ് വേണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ അധികൃതർക്ക് പരാതികൾ നൽകിയെങ്കിലും ഫലമുണ്ടായില്ല. വേങ്ങാട് പഞ്ചായത്തിലെ വേങ്ങാട് അങ്ങാടി തെരു വാർഡുകളെ ബന്ധിപ്പിക്കുന്ന 100 മീറ്റർ വരുന്ന ഈ നടപ്പാത ഗതാഗത സൗകര്യമുള്ള റോഡാക്കി മാറ്റിയാൽ പ്രദേശവാസികളുടെ വർഷങ്ങളായുള്ള യാത്രാപ്രശ്നത്തിന് വലിയൊരു പരിഹാരമാകും. ശക്തമായ മഴ പെയ്തതോടെ ഇവിടെ ഇപ്പോൾ വെള്ളം കെട്ടിക്കിടക്കുകയാണ്. ഇതിപ്പോൾ ഇന്നലെ ചെറിയ മഴയെ പെയ്തിട്ടുള്ളൂ. അപ്പോഴത്തേക്ക് തന്നെ വയലിൽ ഇത്രയധികം വെള്ളം കയറിയിട്ടുള്ളത്. സാധാരണ തന്നെ നമുക്ക് ഇതിലെ നടക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ചെറിയൊരു വഴിയാതെ നടപ്പാതെ കാരണം നമ്മൾക്ക് മറ്റുള്ള വാഹനങ്ങളൊന്നും വീട്ടിലേക്ക് പോകാനുള്ള ഒരു വഴി ഇതിലേ ഇല്ല. നമ്മുടെ വീട്ടിൽ നിന്ന് ഇതിനപ്പുറമാണ് വീട്, വയലിൻ്റെ അക്കരെയാണ് വീട്. ഇവിടുന്ന് ഈ അങ്ങാടിയിലേക്ക് വരണമെങ്കിൽ 1/2 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. പക്ഷെ നമുക്ക് ഒരു വാഹനം വരണമെങ്കിൽ ഇവിടുന്ന് കറങ്ങിയിട്ട് 6 കിലോമീറ്റർ കറങ്ങിയിട്ട് വേണം വാഹനം വരാൻ വേണ്ടിയിട്ട്. മഴ കനത്താൽ ഈ പാത പൂർണ്ണമായും വെള്ളത്തിനടിയിലാകും. പെട്ടെന്ന് ഒരസുഖം വന്നാൽ ആശുപത്രിയിൽ പോകാനോ മരണം സംഭവിച്ചാൽ മൃതദേഹം കൊണ്ടുപോകാനോ പോലും കഴിയാതെ നാട്ടുകാർ പെടാപ്പാട് പെടുകയാണ്. ഒരുപാട് 100-200 കുടുംബങ്ങൾ അപ്പുറത്ത് ഉണ്ട്. അതേപോലെ ഇപ്പുറത്തുനിന്ന് ഒന്നാമത് ജനങ്ങൾക്ക് വഴിയും കൂടിയാണല്ലോ, ഇത് അപ്പുറത്തേക്ക് പോകാനുള്ള ഒരു വഴിയും കൂടിയാണല്ലോ. പ്രത്യേകിച്ചൊരു രോഗികളും അതേപോലെ തന്നെ പിന്നെ ഒരു മരണം കാര്യങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഡെഡ് ബോഡി പോലെ ഇങ്ങോട്ട് എത്തിക്കാനും രോഗികളെ മര്യാദയ്ക്ക് ഇങ്ങോട്ടേക്ക് പാസ് ചെയ്യാനും റോഡ് സംവിധാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഉപകരിക്കപ്പെടും. രാത്രി കാലങ്ങളിൽ ഒരുപാട് ബുദ്ധിമുട്ടാണ്. സ്കൂളിൽ പോകാൻ 6 കിലോമീറ്ററുകളോളം ചുറ്റി സഞ്ചരിക്കേണ്ട ഗതികേടിലാണ് വിദ്യാർത്ഥികൾ. ഇവിടെ വെള്ളം കയറിയാൽ പിന്നെ പോവില്ല. ഇവിടെ തന്നെയാണ്. പക്ഷെ വയലിലെല്ലാം വെള്ളം കയറും. അന്നേരം നമുക്ക് ഇതിലോട്ടൊന്നും നടക്കാനൊന്നും വഴി ഉണ്ടാവില്ല. നമ്മളിങ്ങനെ ചുറ്റി വരണ്ടേ വരും. ഉമ്മാക്കൊന്നും സാധനമൊന്നും മേടിക്കാൻ പറ്റൂല. ഈ റോഡ് ചെറിയ റോഡാ, നമുക്ക് നടക്കാൻ മാത്രമേ പറ്റൂ. കാറൊന്നും പോവില്ല. നല്ല മഴയാ, അതുകൊണ്ട് ചുറ്റിച്ച് വേണം പോകാൻ. മഴ പെയ്തുള്ള ദുരിതം കാരണം ഇതൊരു കൊതുകു വളർത്തൽ കേന്ദ്രവും പാമ്പു വളർത്തൽ കേന്ദ്രവുമായി മാറിയിരിക്കുന്നുവെന്നും ആർക്കും ഒരു ഉപകാരത്തിനില്ലാതെയാണ് ഇവിടം കിടക്കുന്നതെന്നും നാട്ടുകാർ പറയുന്നു. 3-4 ദിവസം വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുന്ന അവസ്ഥയാണ് വെള്ളം കയറിയാൽ. അപ്പോൾ ആ സമയത്ത് കുട്ടികൾക്ക് സ്കൂളിൽ മറിച്ചിലും പോകാനും സാധിക്കുന്നില്ല. അങ്ങനെ ബന്ധായി പോവുക. ഒരു സാധനം മേടിക്കണ്ടെങ്കിൽ അങ്ങാടി പോകാൻ സാധിക്കുന്നില്ല. അങ്ങനെ ചുറ്റി വളച്ച് അത്യാവശ്യ സാധനങ്ങൾക്ക് വേണ്ടി അങ്ങ് ഊർപ്പള്ളി അങ്ങ് തെരുവോറെല്ലാം പോകേണ്ട ഒരു അവസ്ഥയാണ്. നടപ്പാത റോഡാക്കി ഉയർത്തി ഊർപ്പള്ളി സീഡ് ഫാം റോഡുമായി ബന്ധിപ്പിച്ചാൽ ഇവിടുത്തെ യാത്രാപ്രശ്നത്തിന് പൂർണ്ണ പരിഹാരമാകും. നടപ്പാതയുടെ ഭാഗം കഴിഞ്ഞ് ബാക്കി വരുന്ന ഭാഗത്ത് റോഡ് നിർമ്മിക്കാൻ സ്ഥലം വിട്ടു നൽകാൻ ഉടമകളും സന്നദ്ധരാണ്. വർഷങ്ങൾ പലതു കഴിഞ്ഞിട്ടും പ്രതീക്ഷ കൈവിടാതെ ഒടുവിൽ വീണ്ടും കൃഷിമന്ത്രിക്ക് നിവേദനം നൽകിയിരിക്കുകയാണ് പ്രദേശവാസികൾ. ന്യൂസ് ബ്യൂറോ, കൂത്തുപറമ്പ്.